ഇന്ന് ഏപ്രിൽ 6. ഏവർക്കും VPK ലേണിംഗ്സിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന ആനുകാലിക സംഭവങ്ങൾ നോക്കാം. കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടിട്ട് അല്ലേ? പലർക്കും അറിയാമെങ്കിലും VPK ലേണിംഗ്സ് ആപ്പ് യൂട്യൂബ് ചാനൽ ആക്സസ് കുറച്ചു കാലമായി നഷ്ടമായിരുന്നു. അതിനാലാണ് വീഡിയോകളും പുതിയ കോഴ്സുകളോ ഉണ്ടാകാതിരുന്നത്. എന്തായാലും നമ്മൾ തുടങ്ങുകയാണ് ഒന്നിൽ നിന്ന്. വാട്സാപ്പ് നമ്പർ തിരികെ കിട്ടിയപ്പോൾ നിരവധി മെസ്സേജുകൾ ലഭിക്കുന്നുണ്ട്. എല്ലാവരിലേക്കും എത്തിപ്പെടാൻ സമയമെടുക്കുന്നതുകൊണ്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. എന്തായാലും ഇനിയൊപ്പമുണ്ടാകും. പണ്ടത്തെ സ്നേഹവും സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഇന്ന് 6 ഏപ്രിൽ, ഇന്റർനാഷണൽ ഡേ ഓഫ് സ്പോർട്സ് ഫോർ ഡെവലപ്മെന്റ് ആൻഡ് പീസ്. ലേലത്തിൽ ഇന്ത്യയിലെ ഒരു ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന തുകയായ 167.2 കോടി രൂപയ്ക്ക് വിറ്റുപോയ യശോദയും കൃഷ്ണനും എന്ന ചിത്രം വരച്ചത് രാജാ രവിവർമ്മ. രാജ്യത്താദ്യമായി നീരുറവ് സെൻസസ് നടത്തിയ സംസ്ഥാനം കേരളം. സംസ്ഥാന ഭൂഗർഭജല വകുപ്പാണ് സെൻസസ് നടത്തിയത്. പ്രതിരോധ സർക്കാർ ജീവനക്കാർക്കുള്ള ഭവന വായ്പകൾ ലളിതമാക്കുന്നതിനായി നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആരംഭിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഗൃഹസുഖം പോർട്ടൽ. ലോകത്തിൽ ആദ്യമായി ചരക്ക് ഗതാഗതത്തിന് മാത്രമായുള്ള ബുള്ളറ്റ് ട്രെയിൻ ആരംഭിച്ച രാജ്യം ജപ്പാൻ. 2026 അന്താരാഷ്ട്ര ബുക്കർ സമ്മാനത്തിനുള്ള ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ ഓൺ എർത്ത് ആസ് ഇറ്റ് ഈസ് ബിനീത്ത് എന്ന നോവൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ഇന്ത്യൻ വംശജ പദ്മ വിശ്വനാഥ്. കനേഡിയൻ അമേരിക്കൻ എഴുത്തുകാരിയാണ്. ബ്രസീലിയൻ എഴുത്തുകാരി അന പൗള മായിയുടെ പോർച്ചുഗീസ് നോവലിന്റെ ഇംഗ്ലീഷ് വിവർത്തനമാണ് ഓൺ എർത്ത് ആസ് ഇറ്റ് ഈസ് ബിനീത്ത്. കരിബ അണക്കെട്ടിൽ 500 മെഗാവാട്ട് ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതി ആരംഭിച്ച രാജ്യം സിംബാബ്വെ. രാജ്യത്തിന്റെ വൈദ്യുതി വിതരണം വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിത്. 2026 ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഉലാൻ ബാത്തർ, മംഗോളിയ. ഡെയിലി കറണ്ട് അഫയേഴ്സ് ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.